സാർ പണ്ട് CH മുഹമ്മദ് കോയ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം ഇപ്പം കെ സുധാകരൻ പറയുന്നതിന്റെ ഒരു വശം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുസ്ലിം ലീഗ് UDFന്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടെ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇനി ഒരു മുസ്ലിം ലീഗിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടാവുമോ? മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുനീറിന്റെ അച്ഛനായിരുന്നു. അപ്പൊ ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് ആ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗാണ് വീണ്ടും ഒരുപക്ഷെ UDFനെ അധികാരത്തിൽ കൊണ്ടുവന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം മുസ്ലിങ്ങളുടെ വോട്ട് ബ്ലോക്കായിട്ട് ഈ പ്രാവശ്യം എത്ര പറയുമ്പോഴും കിട്ടിയിട്ടുണ്ട്. ലാറ്റിൻ കാത്തോലിക്സിന്റെയും മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെ വോട്ട് വലിയ വലിപ്പത്തിൽ കിട്ടി. ഏതാണ്ട് 38 ഇടത്ത് ഇടതുപക്ഷം ജയിക്കുമ്പോൾ അത് 8 പേര് CPI. അതിനകത്ത് റിയാസിന്റെ ഒക്കെ മണ്ഡലം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഇടത്ത് മാത്രമേ ഇടതുപക്ഷം ജയിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പല ചർച്ചകളിലും പറയുന്നത് BJPക്ക് ഈ 36 അവർ പറയുന്ന വർഗീയ ധ്രുവീകരണമാണ്. അതേ ധ്രുവീകരണത്തോടുകൂടി പ്രവർത്തിച്ചാൽ ആ സീറ്റുകൾ അടുത്ത പ്രാവശ്യം BJPക്ക് പിടിക്കാമെന്ന് ഞാൻ പറയാറില്ല. തിരുവനന്തപുരത്ത് ചില മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഈ മുസ്ലിങ്ങളിൽ വലിയ സ്വാധീനം ഇല്ലാത്ത, നിയമത്തുള്ള സ്വാധീനം അവർ BJPക്കെതിരെ ഉപയോഗിച്ചിട്ട് തോപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ BJP കൃത്യമായിട്ട് പ്രവർത്തിക്കാനും അവർ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി അവർക്ക് ജയിക്കാം. അപ്പൊ ഇതിനകത്ത് ഇന്നലെ ആലപ്പുഴയിൽ ഒരു പരിപാടിക്കകത്ത് ഇപ്പം കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണല്ലോ ജയിക്കുന്നത് നമ്മുടെ സുധാകരൻ. CPMന്റെ ഏതാണ്ട് 10-60 കൊല്ലത്തെ CPMന്റെ കറകളന്ന നേതാവും വലിയ സമയങ്ങളിൽ അദ്ദേഹം MLA ആയിട്ടിരുന്നിട്ടുണ്ട്. 2 തവണ VSന്റെ കാലത്ത് മന്ത്രിയായിട്ടുണ്ട്, പിന്നെ പിണറായി വിജയന്റെ കാലത്ത് മന്ത്രിയായിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിൽ വളരെ ഗ്ലാമർ ഉള്ള ഒരു നേതാവ്. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരെ ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞാൽ കള്ളന്മാരായിട്ട്. ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ 5 പൈസ മോഷ്ടിക്കുന്ന ഒരാളായിട്ടല്ല പുള്ളിയെ ചിത്രീകരിച്ചത്. ഇതിന്റെ ആവശ്യം ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്. പിന്നെ അയാൾ ഇരുന്ന മന്ത്രിയായിട്ടിരുന്നപ്പോഴൊക്കെ അത് തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രതിപക്ഷത്തിന് പോലും BJPക്കകത്ത് പോലും ആർക്കാർക്ക് ഈ ഒരു കാര്യത്തിൽ സുധാകരനോട് വലിയ ബഹുമാനമാണ്. കാരണം അയാൾ ആരുടെയും പൈസ മോട്ടിക്കുന്നില്ല. പെണ്ണുമ്പിള്ളയുടെ പെൻഷൻ കൊണ്ടും ഈ MLA പെൻഷൻ കൊണ്ടും മക്കളൊക്കെ വെളിയിലൊക്കെ ഉണ്ട്, അവരുടെ കാശ് കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ ലീഗ് വലിയ മാന്യമായ പാർട്ടി എന്നൊക്കെ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. ലീഗിനകത്ത് ലീഗിൻ്റെതായ മാന്യത ലീഗിനുണ്ട്, ലീഗിൻ്റെ അജണ്ടകൾ ലീഗിനുണ്ട്. അതിനിപ്പോൾ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല, ഓരോരുത്തർക്ക് ഓരോ അജണ്ടയൊക്കെ ഉണ്ടല്ലോ. ലീഗ് പക്ഷേ ലീഗ് പലപ്പോഴും ലീഗിന്റെ നേതാക്കന്മാർക്ക് മാന്യതയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ ഇദ്ദേഹം ഉണ്ടല്ലോ മുൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്, അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകൻ മുനീറുണ്ടല്ലോ മന്ത്രിയായിട്ട് കയറി, വളരെ മാന്യം. പിന്നെയും നമ്മൾ പറയുന്നത് ഇവരാരും മാന്യവരല്ലെന്നല്ല പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയൊക്കെ നമ്മൾ സഹകരിക്കാനും അല്ലെങ്കിൽ ഇടപെടാനും ആ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പൊ ഈ ചീത്ത വിളിക്കാതെ താഴെ കിടക്കുന്ന അതിന്റെ ഇങ്ങേയറ്റം കിടക്കുന്നവന്മാരും വല്ലതൊക്കെ പറയുമെന്നുള്ളത്. ഇതുവരെ ഈ നരേന്ദ്രമോദിയെ ഫ്രോഡെന്ന് വിളിക്കാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടി ലീഗേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരെ കുറ്റം പറയാത്ത മാന്യമായിട്ടുള്ള രീതിയിലേ ഉള്ളൂ. ഇടപെടില്ല, പറയുന്നതിന് മാന്യതയുണ്ട്. ബാക്കി എല്ലാവരും നരേന്ദ്രമോദിയെ ഒക്കുന്നെങ്കിൽ തന്തക്കെയാണ് വിളിക്കുന്നത്. നിന്റെ തന്തയുടെ വകയാണെന്നാ ചോദിക്കുന്നത് ആദ്യം. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് അതില്ലാത്ത ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് എന്നാൽ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ട അവർക്കാണെന്നാ പറയുന്നത്. വർഗീയതയും മറ്റു പലതും ഒക്കെ ആണ്, അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരാണ് എന്നുള്ള രീതി നമ്മൾ വിചാരിക്കേണ്ടി വരുള്ളൂ. അതില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ സഭ്യമല്ലാത്ത ഒരു ഭാഷയും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഇടപെടാത്ത ഒരു പാർട്ടി ഈ ലീഗേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിനകത്ത് വലിയൊരു ഫാക്ടറുണ്ട്. ചോദിച്ചതിനുള്ള മറുപടി 10 മുതൽ 25 സീറ്റ് വരെ ആരുടെയും സഹായമില്ലാതെ കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഇന്ന് ലീഗേ ഉള്ളൂ. ഞാനും പറഞ്ഞിട്ടുണ്ട് വളരെ ഓരോ ചർച്ചയ്ക്കകത്ത് വളരെ കൃത്യമാണ്. കാരണം അവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് അവിടെ ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരവിടെ ജയിച്ചിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അവർ ഇവരൊക്കെ വിചാരിക്കുന്നത് പോലെ സംഘടിത വോട്ട് അവർക്കുണ്ട്. പക്ഷേ ആ സംഘടിത വോട്ടിന്റെ കൂടെ ഈ പറയുന്ന ഭൂരിപക്ഷ വോട്ടും അവർക്ക് കിട്ടും. ഈ പലയിടങ്ങളിൽ നമ്മൾ നോക്കും ഭൂരിപക്ഷ വോട്ടാ കൂടുതൽ. കുത്തകയായിട്ടിരിക്കുക എന്ന് പറയത്തില്ലേ, ലീഗിന് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് 38%, അല്ലെ ഹിന്ദു വോട്ടുകൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 42-43% ഉണ്ട്. പക്ഷെ അവിടെ ലീഗായിരിക്കും ജയിക്കുന്നത്. ലീഗായിരിക്കും ജയിക്കുക. അപ്പം സംഘടിത വോട്ട് അപ്പുറത്ത് അവർ സംഘടിതമായിട്ട് നിൽക്കുമ്പം ഇപ്പുറത്ത് സംഘടിതമായിട്ട് നിൽക്കാമെങ്കിൽ അവരെ തോൽപ്പിക്കാം. പക്ഷെ എന്താണ് നിൽക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മണ്ഡലങ്ങളിൽ അവരുടെ ഇടങ്ങളിൽ അവര് ഈ കാണിക്കുന്ന വർഗീയതയൊന്നും കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല.
ഞാൻ ഈ നമ്മുടെ പലയിടങ്ങളിൽ നിന്ന് മലപ്പുറത്ത് പോയി ജോലി ചെയ്തിട്ടുള്ളവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. അത് അവിടെ അവർ ഭയങ്കരമായിട്ട് എന്ത് സഹായം ചെയ്തു കൊടുക്കും. ഈ ജോലിക്കൊക്കെ, ഈ മലപ്പുറത്ത് ജോലി കിട്ടാൻ, ടീച്ചർമാർക്ക് ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. കണ്ണൂർ എനിക്കറിയത്തില്ല, മലപ്പുറത്ത് നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരെ പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്നില്ല. സ്നേഹം എന്ത് വേണ്ടത് ചെയ്തു കൊടുക്കും. ഞാൻ ഈ മലപ്പുറത്ത് നമുക്ക് നേരത്തെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ജില്ലയിലും പോകുമായിരുന്നു. ഈ ടവറിന്റെ, നമ്മുടെ മൊബൈൽ ടവറിന്റെ ഞാൻ മലപ്പുറത്ത് കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് ഈ വൈകിട്ട് മിക്കവാറുള്ളവരുടെ ഫാഷനാണെന്നല്ല, നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല, വൈകിട്ട് ഒരു നേരത്തെ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാറുണ്ട്. അവർ വെളിയിറങ്ങും. മിക്കവാറും ഒരു ഹിന്ദു ഫാമിലിയും ഒരു മുസ്ലിം ഫാമിലിയും കൂടെ ആയിരിക്കും ഇവർ കഴിക്കാൻ വരുന്നത്. നമ്മൾ അടുത്തുള്ളതായിരിക്കും. ഞാൻ വളരെ കൃത്യമായിട്ട് അവിടെ അറിയാം. എന്ന് പറഞ്ഞാൽ ഹിന്ദു ഫാമിലിയുടെ നെറ്റിക്ക് കുറി കാണും, അവരെല്ലാവരുടെയും കാണും. മനഃപൂർവ്വം അല്ല, അവർ ഇടുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഉള്ള ഈ ഹിന്ദുക്കളൊന്നും അങ്ങനെ കുറി ഇടാറില്ലല്ലോ, വളരെ അപൂർവ ആൾക്കാർ. മറ്റവരുടെ ഡ്രസ്സിങ് പാറ്റേണിൽ നിന്ന് അറിയാം. അപ്പൊ അവിടെ ആ ചേർച്ചയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ പ്രശ്നങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവര് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അവരുടെ മണ്ഡലങ്ങൾ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. കാരണം അവർ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മണ്ഡലം അതുപോലെ കൊണ്ടുപോകും. MLA ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ആനുകൂല്യം എല്ലാം ചെയ്തു കൊടുക്കും. അപ്പൊ സ്ഥിരം അവിടെ കാണും. പിന്നെ അല്ലാത്ത സമയത്ത് യാതൊരു സേവനത്തിനകത്ത് മുസ്ലിം ലീഗിന്റെ കൂട്ട് വേറെ ഒരു പാർട്ടിയില്ല. കിടപ്പ് രോഗികൾ, വീടില്ലാത്തവന്, ഇതെല്ലാം അവർക്ക് അതിനുള്ള വെളിയിൽ നിന്നൊക്കെയുള്ള ഫണ്ടും അല്ലെങ്കിൽ സഹായിക്കാനുള്ള മാർഗം എല്ലാം ഉണ്ട്. ഈ സക്കാത്ത് അതുകൊണ്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഈ സക്കാത്തും അങ്ങനെയുള്ള അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ, അത് മുസ്ലിങ്ങൾക്ക് ചെയ്യാമെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അവരങ്ങനെ അതും അതിനകത്ത് ഇത് ഉണ്ട്, സഹായം. അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ വലിയതാ. അതുകൊണ്ട് അവർക്ക് എന്താ ഇപ്രാവശ്യം എനിക്കൊന്ന് 27 സീറ്റില് അവർ മത്സരിച്ചായിരുന്നു. 27 ഇടത്ത് മത്സരിച്ച 22 MLA-മാരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, 27 ഇടത്ത് മത്സരിക്കുമ്പോൾ 22 എന്ന് പറഞ്ഞ സ്ട്രൈക്കിംഗ് റേറ്റ് എത്ര ആലോചിച്ച് നോക്കി. ഇത് കോൺഗ്രസിന്റെ സപ്പോർട്ട് അവർക്ക് വേണ്ട. ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഈ 22 ഇടത്തിനകത്ത് 10 മുതൽ ഏതാണ്ട് ഒരു 10-18 സീറ്റ് മസിൽ പിടിച്ചാൽ അവർക്ക് കിട്ടും. ഇപ്പം 62 സീറ്റ് UDF-നകത്ത് കോൺഗ്രസിനുണ്ട്. ആ സ്ഥാനത്ത് 62-ന്റെ കൂടെ മറ്റു ഘടകകക്ഷികളെയൊക്കെ കൊണ്ടു മാണിയുണ്ട്. മാണിയല്ല, മാണി ഇപ്പുറത്താ, ജേക്കബ് ഉണ്ട്. ചെറിയ ഘടകകക്ഷികളൊക്കെ ഉണ്ടല്ലോ. RSPക്ക് ഇപ്പം ഒന്നും കിട്ടാത്തടത്തുനിന്ന് RSP സംപൂജിരായ ഈ പ്രാവശ്യ തരംഗത്തിനകത്ത് 3 സീറ്റുണ്ട്. അപ്പം കോൺഗ്രസിന് വേണമെങ്കിൽ ലീഗിനെ മാറ്റി നിർത്തി ഭരിക്കാം. പക്ഷേ പല സമയങ്ങളിലും ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്തൊക്കെ ലീഗിനെ മാറ്റി നിർത്തി ഭരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ, ഉണ്ടായിരുന്നില്ല. ആ സമയത്തും ലീഗിന് എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറയുമ്പോൾ ലീഗിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവാനുള്ള പാടുമൊന്നുമില്ല. കാരണം ഇപ്പം ബഹുഭൂരി 110 ഉണ്ടായതുകൊണ്ട് 102 ഉണ്ടായത് കൊണ്ടാണല്ലോ കോൺഗ്രസിന് അവരെല്ലാവരും മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നിൽക്കുന്നേ. അല്ലെങ്കിൽ ഇപ്പൊ ലീഗിനെ അങ്ങോട്ട് മാറ്റി നിർത്തി മുഖ്യമന്ത്രി വേണമെന്ന് പറയാം. ലീഗ് കൊണ്ട് നേരെ പറയാ ഇയാളങ്ങോട്ട് മാറിയില്ലെന്ന് പറഞ്ഞാലും കോൺഗ്രസിന് ഭരിക്കാം. പക്ഷെ ലീഗിനെ മാറ്റി നിർത്തി ഭരിക്കാൻ പറ്റാത്ത ഒരു സമയമുണ്ട്. അന്നേരം പറയാം ഞങ്ങൾക്ക് 2.5 കൊല്ലം വേണമെന്ന് പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രി കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. അതേ രീതിയിൽ. അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു സമയം ഉണ്ടാകാം. അതുകൊണ്ട് ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പം ബഹുഭൂരിപക്ഷത്തിൽ ഒറ്റഴിഞ്ഞ അക്ഷരമായതുപോലെ അല്ലെങ്കിൽ ജനത്തിനിടയ്ക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടും ഒരുപക്ഷെ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണത്തിനകത്തെ മരവിപ്പ് കൊണ്ടും ഒക്കെ ജനം തിരിച്ചറിയും. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട്, മുസ്ലിം വോട്ടുകളുടെ ഒരു ഇടപെടലുണ്ട്. അതൊക്കെ കിട്ടിയത് കൊണ്ടൊക്കെ ആകാം. പക്ഷേ ഇതുപോലെ തുല്യാസൂക്ഷം എന്ന് പറയുന്ന ഒരു സമയം വന്നാൽ ലീഗ് പറയുക ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭരണം നിലനിർത്തുന്നതിന് ലീഗിനെ പഴയതുപോലെ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒറ്റയ്ക്ക് നിന്നാൽ സാധിക്കാത്ത ഒരു കാര്യം ഇന്ന് കേരളത്തിൽ ആരുടെയും സഹായമില്ലാതെ MLA-മാരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ലീഗ് മാത്രമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ. ലീഗിനോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് നഗ്ന യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും ഒക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലീഗിന് സാധിക്കും. ലീഗ് അതേ രീതിയിൽ അവർക്ക് അവരുടെ മണ്ഡലങ്ങൾ, അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.